തകർപ്പൻ എപ്പിസോഡ് നമ്മൾ ഇതാ ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ കാര്യക്കാരെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം. നസീറിക്ക, പ്രസദേട്ട, ബിജുകട്ടൻ ചേട്ടാ, സ്വാഗതം. ഒരുപാട് ചിരിക്കാനായിട്ട് നിങ്ങൾ എല്ലാരും റെഡി ആയിക്കോ. കാര്യക്കാരെ റെഡി അല്ലേ? എങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യാം. ശംഭു കല്ലറ, സജി മുങ്ങോട് ആൻഡ് ദീപ്തി ചേച്ചി. കല്യാണ കച്ചേരി പാടാമെടി, കച്ചേരി കയറാനും പോരും നോടി, പോരും പൂക്കും. നാളെ പിള്ളേരും കുട്ടികളൊക്കെ പോരെ. രാവിലെ വാളിയാ. ഓക്കേടാ, താങ്ക് യു. ഓക്കെ. ഹലോ. അയ്യോ, ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്താ പിന്നെ സന്തോഷിക്കാ, നാളെ എന്റെ കല്യാണമല്ലേ. നാളെ കല്യാണമാണോ? പിന്നെ അത് ശരി. ഭാര്യ മക്കളെയൊക്കെ ഞാൻ അവളെ വീട്ടിൽ കൊണ്ടാക്കി. നാളെ കല്യാണമാണല്ലോ. നാളെ നിങ്ങളുടെ കല്യാണം? അതെ. ഭാര്യയും മക്കളൊക്കെ വീട്ടിൽ കൊണ്ടുവന്നാക്കി എന്ന് പറഞ്ഞാൽ? അതെ, ഞാന് നാളെ എന്റെ കെട്ടാണ്. അവളെ തന്നെയാണ് കെട്ടുന്നത്. ഞാൻ ആരെ? എന്റെ ഭാര്യയെ തന്നെയാണ് ഞാൻ കെട്ടുന്നത്. അതെന്തിന്? അതല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. സെലിബ്രിറ്റികളെ ചെയ്യുന്നുണ്ട്, അറിയത്തില്ലേ? പണ്ട് ഞാൻ അവളെ സ്നേഹിച്ച് വിളിച്ചോണ്ട് വന്നതാണ്. 2 പിള്ളേരുമായി. ഇപ്പൊ മാമനും കൂട്ടുകാരൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വൈറലാവുമെന്ന് പറഞ്ഞു. ട്രെൻഡിനനുസരിച്ച് ഞാൻ അവളാണെങ്കിൽ നാളെ ഞാൻ കെട്ടാൻ ചെല്ലാൻ വേണ്ടി മക്കളുമായിട്ട് കാത്തിരിക്കുകയാണ് അവിടെ. റെഡിയാ. പിന്നെ ഒരു ചെറിയൊരു ആശംസ പറഞ്ഞ് ഭയങ്കര ടെൻഷനാണ്. നാളത്തേക്ക് പേരെന്താണ്? എന്റെ പേര് ആദർശ്. നാളെ വിവാഹിതനാവുന്ന ആദർശിനും ആദർശിന്റെ വൈഫിനും എന്റെ എല്ലാവിധ വിവാഹ മംഗള ആശംസ. ആദർശേ, നിനക്ക് ചെവിയേക്കൂലേ? നിന്നെയല്ല ഞാനിവിടെ കിടന്ന് വിളിക്കണത്. ഞാൻ നിങ്ങളുടെ 10 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആദർശേ എന്ന് വിളിക്കരുത്. എന്നെ ആഞ്ജനേയ എന്ന് വിളിക്കുന്നത്. എവന്റെ സ്വഭാവം വെച്ച് ഇവനെ കൃഷ്ണ എന്നാണ് വിളിക്കേണ്ടത്. അമ്മ, നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? നിങ്ങൾക്ക് എന്ത് വിഷയം? നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മോന്റെ കല്യാണമൊക്കെ എവിടം വരെ ആയിന്ന് അറിയാൻ വേണ്ടി വന്നു. അത് ചോദിക്ക്. മണ്ഡപം എല്ലാം സെറ്റ് ചെയ്തു, കൂട്ടുകാരെയൊക്കെ വിളിച്ചു, ആരം അലങ്കാരം എല്ലാം റെഡി. ഷാമിയാന പന്തൽ ഇവിടെ എല്ലാം ഓക്കെ. പിന്നെ പാചകത്തിനാണെങ്കിൽ ബുൾസെ അജിയെണ്ണ ഏൽപ്പിച്ചു. ബുൾസേലും സ്പെഷ്യലിസ്റ്റ് അല്ലേ പുള്ളി. എന്താണ് ഇതൊക്കെ? അമ്മയെ അങ്ങേരുണ്ടാക്കുന്ന പാചകം കാണണം, ഭയങ്കര വെറൈറ്റി അല്ലേ. എന്ത് വെറൈറ്റി? ചിക്കൻ കണസ ചിക്കൻ കൂർത്ത്, ചിക്കൻ പൊട്ടിത്തെറിച്ചത്, പിന്നെ ഒരു വെറൈറ്റി ഉണ്ട്, ബീഫ് മെനകെട്ടത്. കഴിക്കണം, പൊളിക്കും. പൊളിക്കും. വെല്ലോടത്തുനിന്ന് ഒരു പെങ്കൊച്ചിനെയും വിളിച്ചോണ്ട് വന്ന് അതിൽ 2 പിള്ളേരുമായി. ഇപ്പൊ അവളെ കുടുംബത്തിൽ കൊണ്ടേ ആക്കി. എന്നിട്ട് നാളെ അവളെ വീണ്ടും കെട്ടാൻ അതെന്റെ ഭാര്യയല്ലേ? ആയിക്കോട്ടെ, നാട്ടുകാർ കാണുമ്പോ എന്താ? ഇവൻ അവളെ വീണ്ടും കെട്ടിയ 2ാം കെട്ടുകാരിയായ. നാണോ ഉണ്ടാടാ ഒരു 2ാം കെട്ടുകാരിനെ കെട്ടാനായിട്ട്? അയ്യേ, ഇതിപ്പോഴത്തെ ട്രെൻഡാണ് അമ്മ. അവളെന്റെ ഭാര്യയാണ്. 2ാം കെട്ട് വിട്, അതില് 2 പിള്ളേരുണ്ട്. അമ്മ, അതെന്റെ പിള്ളേരല്ലേ? ആയിക്കോട്ടെ, നീ ജനറേഷൻ അനുസരിച്ച് ചിന്തിക്കടാ. ഇപ്പോഴത്തെ പിള്ളേര് ഫേസ്ബുക്ക് വഴി കാണും, ഇൻസ്റ്റാഗ്രാം വഴി ചൂണ്ടയിടും, വാട്സപ്പ് വഴിയും കാണും. ഈ പൊട്ടർ ഇപ്പോൾ ഇല്ലെങ്കിൽ അമ്മ, നിങ്ങൾക്ക് ചുമ്മാ ഞാൻ ഒരു കാര്യം, നിങ്ങളും അവളുമായിട്ട് വല്ല അമ്മായി അമ്മ പോരോ വഴക്കം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലായിക്കൊള്ളണം. വെറുതെ എന്റെ കല്യാണത്തിന്റെ ഇടയിൽ കയറി ഒന്ന് ആവശ്യമില്ല വിഷയം ഉണ്ടാക്കാം. ആവശ്യമില്ലാത്ത വിഷയമൊന്നുമല്ല. അല്ലെങ്കിൽ വേണ്ട, പറയണ്ട. ഒന്നുമില്ല, പറയണില്ല. ഇനി തള്ള പറഞ്ഞിട്ട് ഇനി കുറ്റം വേണ്ട. എന്തോ ഉണ്ടല്ലോ അമ്മ പറഞ്ഞേ. ഇടാ ഒന്നുമില്ലടാ. പറഞ്ഞേ പറ്റൂ. പറ. അല്ലെങ്കിൽ തന്നെ എങ്ങനെ ഒരു മകന്റെ മുഖത്ത് നോക്കി അമ്മ അങ്ങനെയൊക്കെ പറയും? അങ്ങനെ അവിടെ പറഞ്ഞാൽ എന്റെ അടുത്ത് പറ അങ്ങോട്ട്. എടാ അവക്ക് ഹിതം ഉണ്ടടാ. എന്ത് ഹിതം? അഭിഹിതം. എന്റെ പെണ്ണുങ്ങളെ കുറിച്ച് അനാവശ്യം പറയില്ല. എടാ അനാവശ്യമൊന്നുമല്ല. ഇന്നാൾ ഒരു ദിവസം ഞാൻ അയൽക്കൂട്ടത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോ ഇവള് കിഴക്കോട്ട് വെച്ചടിച്ച് പോണ്, പുതിയ സാരി കൊടുത്തിട്ട്. എവിടെ പോണെന്ന് ചോദിച്ചപ്പോ എന്നോട് പറയണേ, എനിക്ക് ഗുളിക മേടിക്കാൻ പോണെന്ന്. നെഞ്ചു പൊട്ടി പോയെന്താ? ഞാനൊരു പെറ്ററല്ലേ. ഞാൻ ഈ കുടുംബത്തിൽ വന്ന് കയറുമ്പോ ഈ ചെറുക്കൻ ഇവിടെ പായാലി മൂടിപ്പൊളിച്ച് കിടക്കണ വയ്യാണ്ട്. നിന്നെ ഓർത്തവക്ക് തണ്ണയില്ല. എനിക്ക് ഗുളിക മേടിക്കാനുള്ള അവക്ക് നിനക്ക്. പൊട്ടത്തരമാണ് പറയണത്. അനിയല്ല, പനി. അതായത് പനിച്ച് കിടന്ന എനിക്ക് ഗുളിക വാങ്ങിക്കാൻ പോയതാണ്, എനിക്ക് വാങ്ങിക്കാൻ പോയല്ല. ചുമ്മാ ആവശ്യമില്ല. ഇങ്ങനെ ഒരു മരപ്പൊട്ട. നീ രാവും പകലും പണിയെടുത്ത് ഈ കുടുംബത്ത് വന്ന് കയറുമ്പോ അവൾ എങ്ങനെ നിന്നോട് പെരുമാറണം? അവള് ചോറ് കോരി തരുമല്ലോ. ചോറ് കോരി തരും. ചോറ് കോരി തരും എനിക്ക്. നീ ചോറ് തിന്നുമ്പോ അവൾ എന്ത് ചെയ്യും? ഞാൻ ചോറ് കഴിക്കുമ്പോ അവള് കൊച്ചിന് ചോറ് വാരി കൊടുക്കും. ഇവിടെ മണ്ണി കളിച്ച് വിരകി നടക്കണം ചെറുക്കൻ അവള് ചോറ് വാരി കൊടുക്കും. കഷ്ടപ്പെട്ട് വന്നെ എന്റെ മോന് ഒരു പിടി ചോറ് അവള് വായിൽ വെച്ച് തന്നിട്ടുണ്ടോ? അല്ലമ്മേ, ഞാൻ അത് പറ, തന്നിട്ടുണ്ടോ? ഇല്ല. അതാണ് ചോറ് കഴിയുമ്പോ നീ എന്ത് ചെയ്യും? ചോറിന് കഴിയുമ്പോ ഞാൻ കിണറ്റിൽ ചെന്ന് വെള്ളം കോരി കുളിക്കും. അപ്പൊ അവൾ എന്ത് ചെയ്യും? അവള് കൊച്ചിനെ കുളിപ്പിക്കും.
മണ്ണി കളിച്ച് വിരകി നടക്കണം ഒരു കുളിപ്പിച്ച് ഉടുപ്പിച്ച് അവിടെ കിടത്തും. നിന്നെ ഇതുവരെ ഒരു തൊട്ടി വെള്ളം കോരി അവള് കുളിപ്പിച്ചോണ്ട ഞാൻ പറയുന്നത് അങ്ങനെ ഉണ്ടോ ഇല്ലയോ? ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മക്ക് അവള് വേണ്ട. ഈ ഒരൊറ്റ കാര്യം ചിന്തിച്ചോക്ക്. എന്റെ ആദർശ് മോനെ കാണാൻ എന്റെ മോനെ കാണാൻ എന്തോരു മിടുക്കനാണെന്ന് നോക്ക്. നല്ല ബുദ്ധിയും വിവരമില്ലായ്മയും ഒക്കെ തികഞ്ഞു നിക്കണേ. ഇച്ചിരി വിദ്യാഭ്യാസ കുറവുണ്ട്, വേറെ കുഴപ്പമില്ല. ഇടാ നിനക്ക് നല്ല കീളുന്നു പോലത്തെ ഇല്ലേ അവിടെ ഇല്ല, നല്ല കീളുത്തു പോലത്തെ പെമ്പിളേ വഴി കൂടി പോണം. അങ്ങനത്തെ പെമ്പിളെ എടാ നിനക്ക് നല്ലൊന്നാം പെണ്ണിനെയും കെട്ടി വല്ല ഊട്ടിയിലാ കൊടൈക്കനാലാ എവിടെയെങ്കിലും ഹണിമൂണിന് പോകാൻ പാടില്ല. എന്താ പറ്റാത്ത? അവിടെ ഭയങ്കര തണുപ്പാണ്. ദൈവമേ, ഓ ഞാനൊന്നും പറയാനില്ല. നീ അവളെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് നിന്റെ ബന്ധം ഒഴിയാൻ പറയും. നിനക്ക് വേറെ കല്യാണം കഴിക്കണമെന്നും പറയും. ചുമ്മാ ആവശ്യമില്ല. ഞാൻ അതങ്ങനെ പറഞ്ഞ ശരിയാവണം. എങ്ങനെ പ്രതീക്ഷിച്ചിരിക്കില്ലേ? എടാ അല്ലെങ്കിൽ തന്നെ ഈ സുന്ദരിക്കോതെ ഈ കുടുംബത്തെ വന്ന് കയറിട്ട് ഈ തള്ളക്ക് ഒരു ഗ്ലാസ് വെള്ളം അനത്തിയിട്ട് കാപ്പിയിട്ട് തന്നിട്ടില്ല. തള്ള അന്ന് മുതൽ കണ്ടവന്റെ ഇറക്കോട്ടി പോയി കഞ്ഞി കോരി കുടിക്കണം. തെണ്ണോട്ടടാ, എനിക്ക് കുറച്ച് തെണ്ണോട്ടടാ. നീ അവളെ വിളിച്ചത് അവളെ വേണ്ട, ബന്ധം വെച്ചിക്കാൻ പോണേ, നീ വേറെ കെട്ടാൻ പോണേ എന്ന് പറ. ബന്ധം വെച്ചിക്കാൻ പറയടാ, ബന്ധം വെച്ചിക്കാൻ പറ. വിളിയടാ അവളെ. ഓ ഇങ്ങനെ ഒരു മരപ്പൊട്ടം വിളിയടാ. ഹലോ തത്തേ, നാളെ ഞാൻ നീയായിട്ടുള്ള കല്യാണം നടക്കൂല. ഞാൻ വേറെ കെട്ടാൻ പോണം. നിന്നെ എനിക്ക് വേണ്ട. ഒട്ടം തെറി പറഞ്ഞു. ഐ വിൽ മീറ്റ് യു എന്ന്. ഓ അന്ന് വല്ല ചിത്രഹാരം കണ്ട് കിടന്നുറങ്ങിയാ മതിയായിരുന്നു. അങ്ങനെ വല്ലതും സംഭവിച്ച പുതിയൊരു പെണ്ണ്, കാറ്, ഊട്ടി, ഇത് പൊളിക്കും. കൊള്ളാം. എന്നെ മനസ്സിലായി കാണുമെന്നറിയത്തില്ല. ഞാൻ തെന്മല തത്ത. നേരത്തെ പറഞ്ഞായിരുന്നില്ലേ, ഫോൺ ചെയ്തില്ലേ, ആ തത്തയാണ് ഞാൻ. എനിക്കിപ്പോ സന്തോഷം കൊണ്ട് കൂടി. എന്നാ കല്യാണം കഴിക്കുന്ന സമയത്ത് ഓഫീസിൽ ഞാനും എന്നെ കെട്ടിയോരും 2 സാക്ഷി ഒപ്പുകാരും മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പത്തെ സെലിബ്രിറ്റികളോട് സെലിബ്രിറ്റികൾ. ആഹാ, തലേസമായിട്ട് സദ്യ ഉണ്ണാൻ വേണ്ടി വന്നിരിക്കും കല്യാണത്തില്ല. തത്ത ഉണ്ണികളെ നിങ്ങളെ കാണണം. തത്ത ഉണ്ണികളെ കാണണം. സങ്കടമുണ്ട്. എന്നെ കല്യാണം കഴിച്ചോണ്ട് ഇവിടെ വരുന്ന സമയത്ത് ആ കാണുന്ന വീട് ഷേപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തത്ത കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുത്ത് ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു. ബയോളജി പുസ്തകത്തിനകത്ത് വിരവാദിച്ച പയ്യനെ കണക്കിരിക്കുന്നു. ഞാൻ കഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി കൊടുത്ത് അവസാനം ചത്തെടുത്തോണ്ട് പോണ സമയത്ത് 4 പേരെടുക്കേണ്ട സ്ഥാനത്ത് 14 പേരാണ് കളവരെടുത്തോണ്ട് പോകുന്നത്. ആഹാരം വെച്ചു കൊടുത്ത ഇപ്പൊ തത്തയെ വേണ്ട, തത്തയെ വേണ്ട. ദൈവമേ, ഫോൺ കട്ട് ചെയ്തോടെ പറന്നു വന്നത്. ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞല്ലേ എന്താ? വാക്കുകൾ കിട്ടുന്നില്ല. ഇതെന്താ വാക്കുകൾ കിട്ടുന്നില്ല. നന്നായി, ഇനി ഒന്നും കേക്കണ്ടല്ലോ വായി. ഓഹോ, പേപ്പറിൽ എഴുതിക്കൊണ്ട് വന്നേക്കുവാ. ഇതിലൊന്നുമില്ലല്ലോ. അതാ പറഞ്ഞത്, വാക്കുകൾ കിട്ടുന്നില്ല. നിനക്ക് എന്തിന്റെ കുഴപ്പമോടി? ഞാൻ വിളിച്ച് പറഞ്ഞല്ലേ നീ ഇങ്ങോട്ട് വരണ്ട, നിന്നെ കെട്ടില്ല. തത്തേ, പേര് തത്തയാണ്. നീ ഇവിടെ കിടന്ന് ആക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. അതല്ല, പിന്നെ നമ്മളെ മക്കള് സഞ്ജുവും ചുഞ്ചുവും പറഞ്ഞ് അച്ഛന്റെ കല്യാണത്തിന് പോവേലേ അമ്മ, പോയിട്ട് വരുമ്പോ കൊണ്ടുവരണേന്ന് പറഞ്ഞു എന്റെ സഞ്ജുവും ചിഞ്ചും. അച്ഛനെ കൊണ്ടുവരണേന്നല്ലേ? കല്യാണത്തിന്റെ സത്യക്കുള്ള പായസം കൊണ്ടുവരണു. തന്തേര മക്കള് അതേ നീ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഇവിടെ എന്നിട്ട് കാര്യമില്ല. എന്റെ അമ്മ പറയണത് ഞാൻ കേൾക്കൂ. ഒരു അമ്മ ഞാനൊരു കാര്യം ചോദിച്ചോട്ടാ. ചോദിക്ക്. നിങ്ങൾ സഞ്ജുവിന്റെ ചിഞ്ചുവിന്റെ ആരാണ്? നമ്മള്
എന്റെ പിള്ളേരല്ലേ? മക്കൾ എന്നല്ല എന്റെ മക്കള്. അല്ലാതെ ഞാൻ ഇവിടെ സ്പെഷ്യൽ പെർഫോമൻസ് കിട്ടിയിട്ട് എനിക്ക് കിട്ടിയ ട്രോഫികളല്ല. നിങ്ങള് എന്റെ മക്കളാണ്. തത്തേ, ഞാൻ സീരിയസ് ആയിട്ട് പറയണേ, നാളെ ഒരു നല്ല ചടങ്ങ് നടക്കണതാണ്. ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. എന്നെ പോലെ സമാധാനത്തിൽ സംസാരിക്കുന്ന ഒരു സ്ത്രീ. എനിക്ക് എന്തിന്റെ കുറവ് പറ. എനിക്ക് എന്തിന്റെ കുറവ് പറ. എനിക്ക് എന്തിന്റെ കുറവ് പറ. എനിക്ക് എന്തിന്റെ കുറവ് പറ. ഇത് തന്നെയാണ് ഏറ്റവും വലിയ കുറവ്. എടി, നിന്റെ കുറവ് പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ 6 എപ്പിസോഡ് ഞാൻ ഒറ്റക്കൂടെ നിന്ന് സ്റ്റാൻഡപ്പ് പഠിക്കേണ്ടി വരും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ തറവാട്ടിലോട്ട് വന്ന് കയറിയോ യോ പന്തലും കെട്ടി കല്യാണത്തിന് കാണോടാ. യവൻ എന്റെ കുടുംബത്തിൽ വന്ന് കയറി അന്ന് മുടിഞ്ഞിരിക്കണു തറവാടേ. തറവാട് എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. പറഞ്ഞാ നീ നാറും. പറയട്ടാ, കേക്കണം. ഞാൻ ഇവളെ വിളിച്ചോണ്ട് വന്നു. പിന്നെ വീട്ടുകാരൊക്കെ അങ്ങ് ഒരുമിച്ചിട്ട് ഒരു ദിവസം ഞാൻ വിരുന്നിന് പോയി. അവിടെ കിടന്ന് വെളുപ്പിനെ 4:30 മണിക്ക് ഞാൻ നോക്കിയപ്പോഴ് ഡ്രംസ് വായന കേൾക്കണം. ഇതെവിടെ നിന്നടാ ഈ ശബ്ദം എന്നറിയാൻ വേണ്ടി ഞാനിങ്ങനെ ശബ്ദം ശ്രദ്ധിച്ച് ചെന്നപ്പോ ഇവൾ അച്ഛൻ ബാത്റൂമിൽ 3 ബക്കറ്റ് നിരത്തി വെച്ചിട്ട് കമ്പ് വെച്ചിട്ട് എന്താ മാമാന്ന് ചോദിച്ചോ പറഞ്ഞു. ബാത്റൂമിൽ ഡോറില്ല, ഇങ്ങനെ ശബ്ദം ഒട്ടാക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ആൾക്കാർ വരുമെന്ന്. അതാണ് മഹിമ. ഞാൻ പറഞ്ഞ ശബ്ദമാണ് വിഷയമെങ്കിൽ ഒരു ഫ്ലൂട്ട് വായിച്ചൂടെ. അപ്പൊ പറയണേ, നിനക്കിവിടത്തെ ആഹാര രീതി അറിയത്തില്ല, അതിന് ഡ്രംസ് ആണ് ബെസ്റ്റ് എന്ന്. നഷ്ടം ഉണ്ടായോ? അതില്ല, നഷ്ടമില്ല. ഒരാഴ്ച അവിടെ നിന്നപ്പോ ഞാനും ഡ്രംസ് വായിക്കാൻ പഠിച്ചു. ഇപ്പോൾ പൂഞ്ഞാറുള്ള പ്രമാണി ഗാനമേള ട്രൂപ്പിൽ മെയിൻ ഡ്രംസ് ആണ്. അങ്ങനെ എന്റെ അച്ഛനെ മാത്രം നിങ്ങൾ കുറ്റപ്പെടുത്തണ്ട. ഞാൻ അമ്മയുണ്ട്. അമ്മ എന്ത് പറയും? 10 പേര് അറിയും. മാലോകർ അറിയട്ടെ. മാലോകർ എന്റെ അമ്മയെ കുറിച്ച് എനിക്ക് എന്ത് പറയാ? ഞാൻ ചെന്ന് പിറ്റേന്ന് രാവിലെ കല്യാണം കഴിഞ്ഞ് മുടിയൊക്കെ വാരിക്കുട്ടി കുളിച്ചിങ്ങനെ നിന്നപ്പം വീടിന്റെ തൊട്ടപ്പുറത്ത് മണ്ണിടിക്കുന്നത് ഒരു JCB വരണത് കണ്ട് ഇങ്ങനെ തള്ള കുറെ കാടി വെള്ളം കൊടുത്തതിന് മുമ്പ് കൊണ്ട് വെച്ചിട്ട് പറയുന്നത് ആവശ്യം പോലെ കുടിച്ചോളാം മക്കളെ, കുറച്ച് കൊണ്ടുവരാൻ. അതിലെന്താ വലിയ പുതുമ? ഇറ്റാച്ചി കണ്ടപ്പോ എന്റെ അച്ഛൻ വലിയച്ചാന്ന് വിളിച്ചിട്ടുണ്ട്. അതിനേക്കാളും വലിയ ഒന്നല്ലല്ലോ. നിങ്ങളുടെ ഈ പ്രശ്നം എന്റെ ബന്ധുക്കാരെല്ലാരും പറഞ്ഞു. വയറ്റിലെ അപ്പച്ചി കണ്ടിട്ടുണ്ടോ? എന്റെ അപ്പച്ചിക്ക് വയറ്റിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാനല്ലല്ലോ, നിന്റെ മാമനല്ലേ കാണാമോ? അയ്യോ, അതല്ലെന്ന്. പിന്നെ വയറ്റിലെ അപ്പച്ചി. അപ്പച്ചിയുടെ കാര്യം വിട്. തെന്മല പൊടിച്ചി അപ്പച്ചി വരും. തെന്മല കിടന്ന് പൊടിച്ചെങ്കിൽ കാപ്പി കുരുവല്ലോ ആയിരിക്കും. എടി, അത് അവിടെ കിടന്ന് വളരാട്ട് ഇവിടെ കൊണ്ടിടല്ലേ. ഒന്നാമത് ഇവിടെ സ്ഥലമില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിന്നെ ഞാൻ ഉപേക്ഷിച്ചു, ആരെങ്കിലും ഉണ്ടാടി ചോദിക്കാൻ? എനിക്കിത് വേണം. നിങ്ങളുടെ അമ്മ നിങ്ങളെ സ്നേഹിക്കുന്നതിന് 100 പ്രാവശ്യം ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. എന്റെ മക്കൾ നിങ്ങളെ സ്നേഹിക്കുന്നതിന്റെ 1000 വട്ടി ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. എനിക്ക് എന്തിന്റെ ദൈവമേ, ആ ഇലവഴിഞ്ഞു പുഴയിൽ വെള്ളമില്ല, ഇല്ലെങ്കിൽ ഇതിനെ അതിനകത്ത് ചവിട്ടി ചാക്കായിരുന്നു. ഞാൻ എന്ത് ചെയ്യാൻ? എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നിങ്ങൾ എന്നെ കല്യാണം കഴിക്കത്തില്ലേ? എന്നെ നിങ്ങൾ കല്യാണം കഴിക്കും? എടി, ഇല്ലാന്ന് പറഞ്ഞില്ലേ, പിന്നെ നീ എന്തിനു ഇവിടെ കിടന്നിട്ട് ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ഉണ്ടാക്കണത്? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നാളെ അവളുടെ കഴുത്തിൽ നിങ്ങൾ താലി കെട്ടുമ്പോ അതേസമയം എന്റെ മാമന്റെ മകൻ സുനിൽ തടിമില്ലി നടത്തുന്ന സുനിൽ എന്റെ കഴുത്തിൽ വരുന്ന മാലിന്യം ചാർത്തും. അവൻ മിടുക്കനാ, സുനിൽ മിടുക്കനാ. എന്നെക്കാലം കൂടുതലായിട്ട് അവൻ എന്തുണ്ടടി? മണി സമ്മതിക്കത്തില്ല ഞാൻ. എന്റെ മോനെ വേറെ പെണ്ണ് കെട്ടിക്കാൻ പോണെന്ന് നീ എന്ത് കാര്യത്തിൽ ഈ കുടുംബത്തോട്ട് വലിഞ്ഞിറങ്ങിയ ഇറങ്ങി പോടി. നിങ്ങളുടെ ബുദ്ധി അങ്ങനെയാണെങ്കിൽ കൊടുക്കണ തത്തമ്മക്ക് പാലും പഴം എന്താന്ന് വെച്ചാ നിങ്ങളാണ് ഇത് ചെയ്യിക്കുന്നതല്ലേ? അതെ, എന്റെ മോനെ കൊണ്ട് ഞാൻ വേറെ പെണ്ണ് കെട്ടിച്ചിരിക്കും. നിന്നെ അടിച്ചതിനകത്ത് വിളക്ക് പിടിച്ച് ഞാൻ കേറ്റൂലടി. അപ്പൊ നിങ്ങൾ ജയിച്ചു അല്ലേ? അങ്ങനെയല്ലേ പാടുള്ളൂ. പക്ഷെ എനിക്കൊണ്ട് ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്, എനിക്ക് അതിനെ തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. മുള്ളുകൾ ഇറക്കുന്ന കുത്തിയിറക്കുന്ന വേദനയിലും നിങ്ങളെപ്പോഴത്തെ ആവാസനായ മോൻ താലി കെട്ടിയപ്പോ കളഞ്ഞപ്പെട്ടു പോയത് എന്റെ ജീവിതമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ താലിമാല നിന്നെ എന്റെ മോനെ കൊണ്ട് ഞാൻ കെട്ടിക്കൂലടി. എന്റെ മോനെ ഞാൻ വേറെ പെണ്ണ് കെട്ടും. എന്റെ മോനെ ഞാൻ കെട്ടിക്കും. അല്ലെങ്കിലും ഇങ്ങനത്തെ പെരകെട്ട പെണ്ണിന് എന്റെ മോനെ എന്തിനാ? ഇതുപോലെ തല ബോബെയ്ത നീ ഈ ട്രെൻഡിലുള്ള പെങ്കൊച്ച്, നിന്നെ കൊണ്ട് എന്റെ മോനെ ഞാൻ കെട്ടിക്കും. 100-150 പവനൊന്നും വേണ്ട, ഇതുപോലത്തെ ഒരു പെങ്കൊച്ച് മതി. ആദർശേ അല്ലേ കൂടെ ഞാൻ വെള്ളം എടുത്തോടിക്കും മര്യാദക്കുന്നില്ല. ഇറങ്ങി തിരിഞ്ഞ് ബോധം കെട്ട് അവിടെ ചെന്നിരുന്നല്ല. അയ്യോ, കല്യാണപ്പെട്ടിന്റെ കൊണ്ടിരിക്കണേ. കല്യാണത്തിന്റെ തലേ ദിവസം കൊണ്ടിരിച്ചിരിക്കണ്. ഇടി ചുമ്മാ ഇനി അതിനെയും കൂടി എന്റെ തലയിൽ കെട്ടി വെക്കല്ലേ. അങ്ങനെ ഒരു വിഷയമേ ഇല്ല. നീ ഇങ്ങോട്ട് വാ, കുടുംബത്തിൽ പോ, അല്ലെങ്കിൽ പോ. നമ്മളങ്ങ് പോകും. നിങ്ങൾക്ക് വല്ല കാര്യമുണ്ടെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു കിടന്ന് ആവശ്യമില്ല വിഷയം ഉണ്ടാക്കണം.
വിളക്ക്. അവളെ നീ ഇന്ന് വരെ തള്ളവല്ലേ എന്നെ അമ്മേന്ന് വിളിച്ചിട്ടുണ്ടായി. എന്നിട്ട് ഇപ്പൊ അവളെ അമ്മ ഇറങ്ങടി എന്റെ കുടുംബത്തിന്ന്. അപ്പം തത്തേടെ അമ്മയ്ക്കും വേണ്ട പോലും വേണ്ടല്ലേ? വേണ്ട വേണ്ടെന്ന് പറയടാ. വേണ്ട വേണ്ട ആ വേണ്ടേ? വേണ്ട. എന്റെ മോനെ വേറെ പെണ്ണ് കെട്ടിക്കും. തത്തേടെ കൂട്ടിലോട്ട് പോവാ. അതെ തത്തവിടെ നിന്നേ. എന്താ അമ്മേ? ഇങ്ങോട്ട് വാ. നീ ഈ കുടുംബത്ത് വന്നു കേറിയ പിന്നെ നിന്റെ ഈ അഹങ്കാരം പിടിച്ച തുള്ളല് ഇതൊന്ന് നിർത്താൻ വേണ്ടി ഈ പൊട്ട പോലും അറിയാണ്ട് ഞാൻ കളിച്ച നാടകരുത്. നാളെ ഇവൻ താലി കെട്ടണുണ്ടെങ്കിൽ അതിന്റെ തത്തമോക്കട കഴുത്തലായിരിക്കും. സമാധാനമായ എന്തേ ഞാൻ കെട്ടൂല. എനിക്ക് മറ്റേ പെണ്ണ് മതി. അമ്മ നേരത്തെ പറഞ്ഞു ഇവള് വേണ്ടാണ്. ഏത് മറ്റേ പെണ്ണ്? കൂട്ടി കർണമുത്തിയെന്ന് പറഞ്ഞ ഞാൻ തരിഞ്ഞാൻ. എടാ നിന്നെ കൂടി വിശ്വസിച്ച് ഇറങ്ങി വന്ന് നിന്റെ രണ്ട് മക്കളെയും പറ്റി ഇവളെ വേണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ തന്നെ നിനക്ക് ഈ 10-40 വയസ്സിൽ ആര് പെണ്ണ് തരാനാ പൊട്ട? ശിവാജി പാത്രക്ക്, രജനി പാത്രക്ക്, കമല പാത്രക്ക് എവളോ പെറിയ നടികർ. ഐ ലവ് യു. എങ്ങനെയെന്ന് ഇങ്ങനെ മാറണം? കുറച്ചു മുമ്പ് എന്റെ അടുത്ത് കെട്ടണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കെട്ടാനാ. എടാ നീ ആ തത്തേനെ കെട്ടിയാ മതിയെന്ന്. മോളിങ്ങോട്ട് വാ. ഇത്രയും നല്ല എന്റെ പൊന്നേ, ഇത്രയും നല്ലൊരു മരുമോളെ ഇനി എനിക്ക് ഈ ജന്മം കിട്ടുവാടാ. അമ്മ അമ്മ നേരത്തെ പറഞ്ഞപ്പോ കറക്റ്റ് ആണോ? ആ നാളെ എന്നെ തന്നെ കെട്ടുന്നേ കെട്ടും. ആണോ? ആ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്തേ നിങ്ങൾ രണ്ടും ഒരുമിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ ഒരു നമ്പർ കാണിച്ചാണേ. പോടാ പൊട്ട. സത്യമാണല്ലേ? സത്യം. അപ്പൊ നിങ്ങളുടെ നാടകമാണല്ലേ ഇത്? നാടകമായിരുന്നു. തന്നെ? അപ്പൊ ഞാനൊരു കാര്യം പറയട്ടാ. എന്താ മോനെ? തത്ത മാറിയിട്ടൊന്നുമില്ല. തത്തയ്ക്ക് പഴയ തരി കുണം സ്വഭാവം തന്നെ. നാളെ ഇങ്ങനെ താലി കെട്ടുകയും ചെയ്യും. തത്തയുടെ പഴയ സ്വഭാവം അങ്ങോട്ട് കാണിക്കുകയും ചെയ്യും. തത്തേ റീലോഡഡ്. എന്റെ ഷബു ചേട്ടാ ചിരിച്ച് ഞാനവിടെ വീണ് ചിരിക്കുകയായിരുന്നു. ഞാൻ നോക്കിയപ്പോ ബിജുകുട്ടൻ ചേട്ടന്റെ കണ്ണീന്നൊക്കെ വെള്ളം വരുമായിരുന്നു. നമുക്ക് നേരെ കമന്റ്സിലേക്ക് പോവാം. സ്റ്റാർട്ടിങ് വിത്ത് പ്രചോദേട്ടൻ. 3 പേരുടെ അഴിഞ്ഞാട്ടമായിരുന്നു കേട്ടോ. അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ ആ തോട്ടിന് ആ ഐഡിയക്ക് ആദ്യം കൈയിടുകയാണ്. ഉഗ്രം തോട്ടാണ് കേട്ടോ. ആദ്യം സജി വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ദീപ്തി വന്നു. ദീപ്തിയുടെ പരിപാടി അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ. കാര്യം ദീപ്തിയൊക്കെ ഞാൻ നോക്കുമ്പോൾ നല്ല റേഞ്ച്, ആ റേഞ്ച് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, പിന്നെ ഭാര്യയുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് ബന്ധമൊന്ന് മാറ്റാം, അടുത്തൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അടുത്തൊരു അപ്പം നമ്മൾ മൂന്നാമതൊരാളെ പ്രതീക്ഷിക്കുന്നുണ്ട് എവിടുന്ന എൻട്രി എന്നുള്ളത്. സത്യം എൻ്റെ പൊന്ന് ശംഭുവിൻ്റെ വിളയാട്ടം എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് സല്യൂട്ടാണ് കേട്ടോ. ശംഭു തെന്മല തത്ത, ആ തത്തയുടെ പേര് അതാരെ പേരിട്ടത്? ഒരു അടിപൊളിയാണ്. കാര്യം ഒന്നാമത് ആ പേരും ആ കോസ്റ്റ്യൂം കൂടി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് വന്ന് ആ സ്റ്റേജിലേക്ക് കയറി ആ സോങ്ങിൻ്റെ ഇടയ്ക്ക് കുറേ ആക്ഷൻസ് കാണിച്ചു. സോങ്ങിനിടയ്ക്ക് എന്ത് ബ്യൂട്ടിഫുൾ, എന്ത് രസമായിട്ട് ചെയ്തു. ആ ടൈമിങ്ങിന് ഒരു ഉഗ്രം കൈഡി തരാണ് കേട്ടോ. ഇവിടെ തുടങ്ങി അത് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് കയറി പിന്നെ ശംഭുവിൻ്റെ വിളയാട്ടമായിരുന്നു. ആ വിളയാട്ടം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കണ്ടിരിക്കുക. പിന്നെ നിങ്ങൾ 3 പേരും അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് 3 പേരും മത്സരിച്ച് വിളയാട്ടമായിരുന്നു. അത് കൗണ്ടറുകളെല്ലാം നല്ല കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. ശംഭു ഒരു രക്ഷയിലാണ്. നിങ്ങൾ അസാധ്യ പെർഫോമർ എന്ന് പറഞ്ഞാൽ. കാരണം നമ്മൾ ചെറിയ ഒരു മൂവ്മെൻറ്റിന് പോലും അവിടെ വന്നിട്ടൊരു താണ്ഡവാട്ടമില്ല, അവിടെ വന്ന് ചെറിയൊരു മൂവ്മെൻറ്റിന് പോലും കയ്യടി കിട്ടുക എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് ആണ്. എൻ്റെ പൊന്ന് ശംഭു മത്സരിച്ച് കളിക്കാമെന്ന്, മനസ്സറിഞ്ഞ് കളിക്കാമെന്ന്. ആ കളി 3 പേരുടെ ഭാഗത്തുണ്ടായിരുന്നു. ഇനിയും ഇതുപോലെ തന്നെ ഒരുപാട് സ്കിറ്റുകൾ നിങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അഴിഞ്ഞാട്ടം അടിപൊളിയെ 3 പേർക്ക് ഓൾ ദി ബെസ്റ്റ് പറയാണ്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അടിപൊളി. താങ്ക് യു പ്രചോദേട്ട. അടുത്തതായിട്ട് ഇക്ക. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര അഴിഞ്ഞാടാൻ പറ്റിയത് ആ സബ്ജക്റ്റിൻ്റെ മേന്മയാണ് കേട്ടോ. കാര്യം അത് നിങ്ങളത് റൂട്ടാക്കി എടുത്തെങ്കിലും ആ സബ്ജക്റ്റിൽ അങ്ങനെയാണ്. കാര്യം എന്നാൽ 2ാമത് കല്യാണം കഴിക്കാനായിട്ട് ആദ്യം കിട്ടിയ ഭാര്യയെ തന്നെ 2ാമത് കല്യാണം കഴിക്കാൻ പോകുന്നു. അതിന് എതിരെ ഇന്ന് അത് ഉപേക്ഷിച്ചിട്ട് 3ാമതൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകും. നല്ല ത്രെഡാണത്, ഗംഭീരമായ ത്രെഡാണ്. കാര്യം ഒരു മനുഷ്യൻ ചിന്തിക്കുകയില്ലാത്ത കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് സംഭവിക്കുന്നതെന്നുള്ളതാണ്. അങ്ങനെ ഒരു ത്രെഡ് എടുത്തതിലാണ് ആദ്യം ഒരു കൈയ്യടി തരേണ്ടത്. പിന്നെ സജിയും നമ്മുടെ ദീപ്തിയും കൂടെ ആദ്യം നിന്നൊരു പൊളി അങ്ങ് പൊളിച്ചു. ഒരു മഴ പെയ്തുകൊണ്ടിരിക്കുകയെന്ന് നമ്മൾ വിചാരിച്ചത്. അത്രയ്ക്ക് റേഞ്ചിലാണ് 2 പേരും കൂടെ നിന്ന്
ഒന്നും സമ്മതിക്കുന്നില്ലല്ലോ, സജി സമ്മതിക്കുന്നില്ല. എനിക്ക് വേണ്ട, എനിക്ക് തത്ത തന്നെ മതി എന്നുള്ള ധാരണയിലൊക്കെ നിൽക്കുകയാണല്ലോ. ആ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടിയും വെട്ടി വേറൊരു സുനാമി വന്നിറങ്ങുന്നത്. അതാണ് ശംഭു. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. 3 പേരും കൂടെ കൂടിയപ്പോൾ ഇത് മൊത്തത്തിലൊരു ബഹളമായി. തൃശ്ശൂർ പൂരത്തിൻ്റെ ഇടയ്ക്ക് ചെന്ന് പെട്ട പോലെയായിപ്പോയി. ഒരു സാധനം പോലും നമുക്ക് കേൾക്കാതിരുന്നില്ല. എല്ലാം നല്ല വ്യക്തതയാണ്. എല്ലാവരും നിർത്തി പോസ് ചെയ്താണ് ഓരോരോ കണ്ടന്റുകളും ഓരോരോ കൗണ്ടറുകളും നിങ്ങൾ പറഞ്ഞത്. അത്ര മനോഹരമായിട്ട് നിങ്ങൾ അവതരിപ്പിച്ചു ഈ 3 പേരും കൂടി. അത്രയല്ലാതെ അതിൻ്റെ മുകളിൽ ഇനി ഇപ്പം എന്ത് പറയാനാണ്? ഇനി ആൾ പറയാനുണ്ട്. ഗംഭീരമായി, കലയ്ക്ക്, അടിപൊളിയായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. സൂപ്പർ, അടിപൊളി. അടുത്തതായിട്ട് വിജയകട്ടൻ ചേട്ടാ. തെന്മല തത്തയുടെ പറന്നാട്ടം പറന്നാണ് കളിക്കേട്ടാ, ഒരു രക്ഷയില്ല. 3 പേരും പൊളിച്ചടിക്കേട്ടാ. കോമഡിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്തത് അത് ഗംഭീരമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിനകത്തുള്ള റീസൺ പറയലൊക്കെ വളരെ രസകരമാണ്. ചിലപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഒരു റീക്രിയേറ്റിംഗ് വേണ്ടാന്ന് തോന്നി. കാരണം ഈ അമ്മയുടെ വർത്താനം കേട്ടാൽ നമുക്ക് ഉപേക്ഷിക്കാൻ തോന്നും. അങ്ങനത്തെ രീതിയിലാണ് ഈ ദീപ്തിയുടെ വർത്താനം. അത് ഗംഭീരമായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ 3ാമതൊരാളെ മറന്നുപോയി. ശരിക്കും പറഞ്ഞാൽ ഈ അറ്റ്മോസ്ഫിയറും ഈ കല്യാണ വീടും ചെക്കൻ്റെ അമ്മയും ഒരു ആദ്യത്തുള്ള ആൾക്കാരും വെച്ച് നോക്കുമ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നും അതേപോലത്തെ ഒരു പെണ്ണ് വരണില്ല. പിന്നെ നോക്കിയപ്പോൾ ആ ആകാശദൂതിന്റെ പാട്ടിൽ നിന്നും കറക്റ്റ് ഒരു തത്ത പറന്നു വരായിരുന്നു. എവിടെന്നോ തത്ത വന്നിട്ട് പിന്നെ നിലം തൊട്ടിട്ടില്ല തത്തേ. എന്ത് രസമായിരുന്നു. ഞാൻ ഒരൊറ്റ കൗണ്ടറും കൂടി പറഞ്ഞ് നിർത്താം. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. നിങ്ങൾ ആ ആട്ടുന്ന സംഭവമില്ലേ, നമുക്ക് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് പടക്കേന്ന് വീഴാം. എനിക്ക് തോന്നുന്നു ഒരു 20 മീറ്ററുള്ള അകലെയുണ്ടെന്നോണ്. അവിടെ നിന്ന് ആട്ടിയിട്ട് അത് ടൈമിങ് എൻ്റെ അമ്മോ നമിച്ചിട്ട ടൈമിങ് വളരെ. 2 പേരും ദീപ്തിയും അതുപോലെ തന്നെ ശംഭുവും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അത് അളന്ന് കുറിച്ച് ചെയ്യാമെങ്കിൽ ബാക്കിയൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ജനങ്ങൾ കാണട്ടെ കേട്ടോ. അടിപൊളി, സൂപ്പർ. ജഡ്ജസ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു ഇത് തത്തയുടെ അഴിഞ്ഞാട്ടം. നമുക്ക് നേരെ സ്കോറിലേക്ക് പോവാം. സ്റ്റാർട്ടിംഗ് വിത്ത് വിജയകട്ടൻ ചേട്ടൻ. ഞാനൊരു 15,000 രൂപ കൊടുക്കാം. 15,000 രൂപ. ഇക്ക ഞാനൊരു 16,000 രൂപ കൊടുക്കുകയാണ്. 15ഉം 16ഉം 31,000. ആ ഭാഗത്തൊക്കെ 31 ഇവിടെ. ഞാനതാണ് ആ ഭാഗത്തേക്ക് നോക്കി. അതെ, പ്രചോദനം ആകാശത്തേക്ക് വിട്ടുകൊടുക്ക്. തത്ത പോയി എടുക്കട്ടെ. തത്തെടുക്കട്ടെ. റീലോഡാണ് ഇനി വരാൻ ആഗ്രഹിക്കുന്ന തത്തയാണ്. വിളിച്ചു വരുത്താം. പിടിച്ചു. 75,000 രൂപ നേടിക്കൊണ്ട് തത്ത സിൽവർ പഞ്ചടിച്ചിരിക്കുകയാണ്. നമുക്ക് തത്തേന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാല്ലേ? എപ്പോഴത്തേം പോലെ സന്തോഷം. പിന്നെ ഞാനും കളിയായിരുന്നു. ഒന്ന് താന്നു കഴിഞ്ഞാൽ വേറെ റൂട്ട് പോകുന്നുള്ളത് അറിയാമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ആ ഇതിലിങ്ങനെ കളി. അല്ല, ബിജുക്കുട്ടൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ ഇപ്പോഴും നമിച്ചിരിക്കുക കേട്ടോ. കാരണം നമ്മൾ റൂമിൽ റിഹേഴ്സൽ ചെയ്താണ് നിങ്ങളല്ലേ. ഈ വീഴ്ച നമുക്ക് ഒരിക്കലും നമ്മൾ ഞെട്ടിപ്പോയി കേട്ടോ. കാര്യം അവിടെ നിന്ന് ദീപ്തി ആടുമ്പോൾ ആ ടൈമിംഗ് വെച്ച് വീഴുക എന്ന് പറഞ്ഞൊരു സാധനം ഒരു രക്ഷയില്ല. ശംഭു, ഒരുപാട് സന്തോഷം. പറഞ്ഞു നിങ്ങൾ പറഞ്ഞു. ഞാനിത് ആവശ്യം ഞാൻ മുങ്ങോട് ഒന്നും അറിയണ്ടായിരുന്നു. പുള്ളി എല്ലാം സെറ്റ് ചെയ്തങ്ങ് തരും. നമ്മൾ അങ്ങ് ചെയ്താൽ മതി. സജി, അതെ അതെ അതെ. സജി, പറ സജി. സന്തോഷം. പിന്നെ ഇങ്ങനെ ഒരു നല്ലൊരു കണ്ടന്റ് പിടിക്കുമ്പോൾ എല്ലാവരുടെയും ഒരു ഹെൽപ്പാണല്ലോ. പിന്നെ ഇപ്പോൾ ഇങ്ങനത്തെ സംഭവം വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ശംഭു ഉണ്ട്. അപ്പോൾ ശംഭുവിന് അർമാദിക്കാൻ എങ്ങനെ പറ്റും? അങ്ങനെ ഒരു കണ്ടന്റ് പിടിച്ചാൽ അങ്ങനെ ഒരു റൂട്ട് പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പറ്റും? ആ രീതിയിൽ ചിന്തിച്ചങ്ങനെ വന്നതാണ്. പിന്നെ സന്തോഷം, അത്രേ ഉള്ളൂ. ഒരുപാട് സന്തോഷം. ശമ്പൂണ്ണന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ ഇച്ചിരി പണിയാണ്. അപ്പൊ നമ്മൾ ഇച്ചിരി ഒന്നൊന്നേ പറ്റുള്ളൂ. എന്നാലും എല്ലാവരുടെ അനുഗ്രഹം കൊണ്ട് പ്രാർത്ഥന കൊണ്ട് എല്ലാം ഭംഗിയായി. അല്ല മീനാക്ഷി, ഇതിനൊരു ബേസ് സജി. സൈച്ചേന്റെ അച്ഛൻ വയ്യാതെ മെഡിക്കൽ കോളേജിൽ കിടക്കണേണ്. റിസ്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അതിന്റെ ഇടയിൽ ചേട്ടൻ റിസ്ക് എടുത്തിട്ടാണ് നമ്മുടെ സ്കിറ്റിന് വേണ്ടി. സജി, അച്ഛൻ എന്താ പറ്റിയ? സജി എന്താ പറ്റിയത് അച്ഛനെ? അച്ഛന്റെ ഒരു പല്ലിളവിയായിരുന്നു. അത് പിന്നെ പഴുത്ത് തലയിൽ കയറി പഴുപ്പ്. അത് ഇൻഫെക്ഷൻ ആയി ക്രിട്ടിക്കൽ സ്റ്റേജിലാണോ സജി? ഇപ്പൊ എന്താണ് അവസ്ഥ സജി? എല്ലാ പല്ല് ഇളക്കണമെന്ന് പറഞ്ഞ് പിന്നെ സർജറി ഒരെണ്ണം കഴിഞ്ഞു. അപ്പൊ ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്. 7 ദിവസമായില്ലേ? അപ്പൊ ഇതിനിടയ്ക്ക് സജിക്ക് പോകാനുള്ള സമയം വിടുന്ന് പോകാനുള്ളൊരു? അല്ല, എനിക്ക് ഞാൻ ഒരു പ്രാവശ്യം പോയിട്ട് വന്നാലൊന്ന് ആലോചിച്ചായിരുന്നു. അനിയത്തിയുണ്ട് അവിടെ. അപ്പോൾ ഡോക്ടേഴ്സിനെ പരിചയമുണ്ട്. അപ്പോൾ മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ട് PA ശീലൻ എന്ന് പറഞ്ഞിട്ട് ചേട്ടയുണ്ട്. ഞങ്ങൾ ആർട്ടിസ്റ്റിൽ എന്തെങ്കിലും ആവശ്യം വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി സഹകരിക്കും.
എല്ലാം ഞാൻ ഡോക്ടറുമായിട്ടൊക്കെ സംസാരിച്ചു. കുഴപ്പമില്ല, പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട, Okay. സഹി ചെയ്തു എന്ന് പറഞ്ഞു. എന്നിട്ടും ആദ്യത്തെ 2 ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് സ്കിറ്റ് സെറ്റായിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ടെൻഷൻ അടിക്കാൻ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെയാണ് അച്ഛൻ സംസാരിച്ചത് ചെറിയ രീതിയിൽ. അപ്പോൾ പഴുപ്പെടുത്ത് തീർന്നിട്ടില്ല, അത് മൊത്തത്തിൽ തലച്ചോറിലായിപ്പോയി. ഇപ്പോൾ എന്തൊക്കെ ടെസ്റ്റിന് DDR-C-ലൊക്കെ കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല. എന്തായാലും പ്രാർത്ഥിക്കാം, എല്ലാം ഭേദമാകും. എല്ലാം പ്രാർത്ഥിക്കാം, എല്ലാം ഭേദമാട്ടെ സജി. അല്ല, അതല്ലേ സംഭവം. പെട്ടെന്ന് വിഷമം വന്നത്, ഞാൻ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വിളിച്ചായിരുന്നു. അപ്പോൾ അനുജത്തിയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ മൊബൈലിൽ ചാർജ് തീർന്നു എന്ന് ഇത് ചാർജ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞു ഞാൻ കയറാൻ നിൽക്കുകയാണ്, എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഞാൻ കയറിയിട്ട് ഇറങ്ങിയിട്ട് ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തായിരുന്നു. അത് മാത്രമല്ല, അച്ഛന് ഞാനുമായിട്ട് ഏകദേശം ഈ ആശുപത്രിയിലാവുന്നതിന് മുമ്പേ ഒരാഴ്ച കൊണ്ട് പിണക്കമായിരുന്നു. ചുമ്മാ വെറുതെ സാധാരണ കുടുംബത്തിലൊക്കെ ഉണ്ടാവും. അപ്പൊ പിന്നീട് പിന്നെ ഞാൻ ഇതാണ് കാണുന്നത്. അപ്പൊ പിന്നെ അത് പെട്ടെന്നൊരു വിഷമം, അത്രേ ഉള്ളൂ. പ്രാർത്ഥിക സജി, എല്ലാം മാറട്ടെ, കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. പിന്നെ ഞാൻ ഇപ്പോഴും വീണ്ടും ആവർത്തിച്ച് പറയാണ്, ആ സ്റ്റേജിൽ പോലും നമ്മളിങ്ങനെ നിന്ന് ചെയ്യുക. കാര്യം നിങ്ങളൊരു താളമാണ്, ഈ കൂടെ നിൽക്കുക, ഒരു ബേസ് ഉണ്ടാക്കുന്ന ഒരു താളം നിങ്ങളുണ്ട്. നിങ്ങൾക്കൊരു ഭയങ്കര പോസിറ്റിവിറ്റി ഉണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഒരു സാധനത്തിൻ്റെ പെർഫെക്ഷൻ ഉണ്ട്. ആ ഒരു സാധനം നിങ്ങൾ സജി ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ഇത്രയും ഒരു റിസ്ക് ഉള്ള സമയത്ത് പോലും വന്ന് ചെയ്യുക, അത് അതല്ലേ അവർക്കും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെ. ഞാനത് ഇവരുമായിട്ട് ഷെയർ ചെയ്തെങ്കിലും ഞാൻ അതിൻ്റെ ഒരു സംഭവം ഇവരുമായിട്ട് ഒന്നും വന്നിട്ടില്ല. നമുക്കത് കളിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ പോകണമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ പോകണമായിരുന്നു. അപ്പം ഞാൻ എന്നിട്ട് പിന്നെ ഇവരെയും കൂടെ നമ്മൾ അതുകൊണ്ട് അല്ല, സജീവ് ഒക്കെ വളരെ കറക്റ്റ് കാര്യം പറഞ്ഞത്. ഒന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകണം, അല്ലെങ്കിൽ അച്ഛൻ്റെ കാര്യം എപ്പോഴും പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിക്കുക, അവരെ ബുദ്ധിമുട്ടിക്കുക. നമ്മൾ സ്വയം ബുദ്ധിമുട്ടല്ല ചെയ്യേണ്ടത്. അതൊരു കലാകാരൻ്റെ അതൊരു ആത്മാർത്ഥതയാണ്. അത് സജി, അത് അടിപൊളിയാവും. നമുക്ക് സന്തോഷത്തോടെ മുമ്പോട്ട് പോകാം. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ട് കേട്ടോ. സജിയേട്ടാ, ഇത്രയും വലിയൊരു ടെൻഷൻ ഉള്ളിൽ വെച്ച് നമ്മൾ ഇത്രയേറെ ചിരിപ്പിച്ചല്ലോ. ഇപ്പം നമ്മുടെ ഓഡിയൻസിന്റെ, ജഡ്ജസിന്റെ, എൻറ്റയർ ക്രൂവിന്റെ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന അച്ഛൻ്റെ ഒപ്പം ഉണ്ടാവും. അച്ഛന് പെട്ടെന്ന് ഭേദാവും കേട്ടോ. അപ്പൊ എന്തായാലും ചിരിച്ച മുഖത്തോടെ അച്ഛൻ ഓക്കെ എന്ന് അടുത്ത തവണ പറയണം കേട്ടോ. സന്തോഷം ഉണ്ടേ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വരുടെ വേദിയിൽ നമുക്ക് അടുത്ത സ്കിറ്റ് ആയാലോ? ഓക്കെ, അപ്പൊ ലെറ്റ്സ് വെൽക്കം ജോൺസൺ ചേട്ടൻ, പ്രേം ആൻഡ് സെലിൻ ചേച്ചി. വേറെ പൊങ്കനോ വായി കൊള്ളാത്ത പേര് വിട്ടിട്ട് അച്ഛനോട് അന്ന് ഞാൻ പറഞ്ഞ എനിക്ക് ഇടുമ്പോ ബിജുക്കുട്ടാന്ന് വല്ല ഇടന്നു. അത് വിളിക്കുമ്പോഴുണ്ടല്ലോ നല്ലൊരു ഓമനത്തൊക്കെ ഉണ്ട്. അച്ഛനെന്ന് വിളിച്ചേ ബിജുക്കുട്ടാന്ന്. അയ്യോ, ഞാനത് അറിയാതെ പറഞ്ഞു പോയി. ദൈവം വിളിക്കരുത്. നീ ചമത പറിച്ചോ? ചമ്മന്തി അരച്ചോന്ന്? ചമ്മന്തി അരച്ചോന്നല്ല, എടാ പൂജയ്ക്കുള്ള ചമത പറിച്ചോ? അതൊക്കെ എപ്പോഴേ ഞാൻ പറിച്ചു. ഇവിടെ ആരോ വന്നിട്ടുണ്ടല്ലോ. ഇവിടെ ആരും വന്നിട്ടില്ല. ഞാൻ പോയ സമയത്ത് ഇവിടെ ആരോ വന്നു. അയ്യോ, അതെന്താ ഡെലിവറി ബോയ് അവിടെ വന്നത്? വഴിതെറ്റിയുള്ള ഡെലിവറി ഒന്നും ഈ പുണ്യാശ്രമത്തിൽ ഞാൻ അനുവദിക്കുകയല്ല. എന്റെ പൊന്നച്ച, അതല്ല കുഴിമന്തി ഇട്ടില്ലോ, അത് പാഴ്സലായിട്ട് വന്നു. ഞാനത് കഴിച്ചു. എന്നെ ടേസ്റ്റ് ആയിരുന്നു അറിയോ? ടേസ്റ്റ് ആയിരുന്നോ? എടാ കുഴിമാന്തി തിന്ന് നീ എന്റെ കുഴി തോണ്ടരുത്. എന്റെ പൊന്നച്ച, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ കാട്ടിലുള്ള മാനുകളും ആനകളും ഒക്കെ ഉണ്ടല്ലോ, നാട്ടിലോട്ട് ഇറങ്ങി. നമ്മൾ മാത്രം എന്തല്ലേ ഈ കാട്ടി കുത്തിയിരിക്കുന്നത്? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. അച്ഛനോടൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ? എന്റെ പൊന്നച്ച, എന്റെ അമ്മ ആരാ? ഇത് കൂട്ടി ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നച്ച, അച്ഛനല്ലേ പറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ വ്യക്തമായിട്ട് ചോദിക്കണമെന്ന്? കുരുത്തം കെട്ട ചോദ്യമൊക്കെ ആടാ എന്നോട് ചോദിക്കുന്നത്. കുരുത്തക്കെട്ട ചോദ്യം? അമ്മയുടെ കാര്യം ചോദിച്ചാൽ കുരുത്തക്കെട്ട ചോദ്യമാണ്. അയ്യടാ, എനിക്കൊരു ഹോമം ചെയ്യണം, ഞാൻ ഇപ്പൊ വരാം. അവിടെ നിൽക്കും. അല്ലേലും ഉള്ള അമ്മയുടെ കാര്യം പറയുമ്പോ അച്ഛൻ ഭയങ്കര ഒരു ഹോമം. ഇവർ രണ്ടിലൊന്നും അറിഞ്ഞിട്ട് പോയാൽ മതി. എന്റെ അമ്മയാണ് ആരാണെന്ന് അറിഞ്ഞിട്ട് അച്ഛൻ പോയാൽ മതി. എന്നും ഇങ്ങനെ. നിനക്ക് നിർബന്ധമാണ് അറിയണമെന്ന്? നിർബന്ധം തന്നെ. നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പറയാം. പക്ഷെ ഹോമകുണ്ടത്തിനടുത്ത് പോയിട്ട് വന്നിട്ട് പോരെ? ഒക്കത്തില്ല, ഇപ്പൊ തന്നെ പറയണം. ഋഷ്യശൃംഗ, ഞാൻ നിന്നോട് പറയുന്നു, ഈ ആശ്രമം വിട്ട് പുറത്ത് പോകരുതോ? അച്ഛന്റെ ആശ്രമം ഞാൻ കളയത്തേ ഉള്ളൂ. ഞാൻ പോകും. പോകരുതെന്നാ പറഞ്ഞത്. പോകും ഞാൻ. എടാ, ഇവിടെ ഉണ്ടല്ലോ ഈ കാട്ടിൽ
മായാവികളായ രാക്ഷസന്മാര് ജീവിച്ചിരിപ്പുണ്ട്. അവര് നിന്നെ ഉണ്ടല്ലോ ശരിയാക്കി കളയും. എന്റെ പൊന്നച്ച, അത് മായാവിയും രാക്ഷസന്മാരൊന്നും അല്ല. തടിവെട്ടാൻ വന്ന കാട്ടുകൊള്ളക്കാരാ. അവരുടെ മുന്നിൽ ചെന്ന് ഞാൻ രാക്ഷസൻ ആ മായാവി എന്ന് പറഞ്ഞാണ്ടല്ലോ, അവൻ അറിഞ്ഞ അവര് വട്ടേ കയറ്റും. റഷ്യ ലങ്കാന്നൊക്കെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ ഞാൻ കൈ ഒഴിയേ ഉള്ളൂ. അവസാനമായിട്ട് പറയുക, നീ ആശ്രമത്തിൽ തന്നെ ഇരുന്നോണം, പുറത്തിറങ്ങിക്കരുത്. ഇതെന്റെ ആജ്ഞയാ. ഇതെന്റെ ആജ്ഞ. ഇതെന്നാ തഞ്ചാവൂർ പാവേ? ഞാൻ പോവുകയാ. എങ്ങോട്ടെങ്കിലും പോച്ചാ? എടാ, അവിടെ ഒരു ഹോമകുണ്ടം കത്തുക. ഞാനേ ഉട്ടക്കാടനൊരു ഹോമം ചെയ്തിട്ടുണ്ടല്ലോ, ഇപ്പൊ വരാം. അച്ഛൻ്റെ ഒരു ഹോമം. നിങ്ങൾ വിചാരിക്കും ഈ പുള്ളിക്കാരൻ ഹോമം ചെയ്യാൻ പോവാന്ന്. അല്ലല്ല, ഇവിടെ നിന്ന് ചോറ് തന്ന് കാട്ടുകാരത്ത് വിട്ടു തിന്നാൻ പോവാ. എന്നിട്ട് ഹോമത്തിന്റെ പേരും. എന്തായാലും അച്ഛൻ പോയാ. ഇന്നലെ വിളിച്ച എൻ്റെ ഒരു കൊച്ചിനെ ഒന്ന് വിളിക്കണം. ഹലോ, ഇടി ഇന്നലെ 12 മണി വരെ നിന്റെ പച്ച ലൈറ്റ് കത്തി കിടക്കുന്നത് ഞാൻ കണ്ടതാ. ഞാൻ വിളിച്ച് എത്ര തവണ വിളിച്ച്. എന്നിട്ട് നീ എന്താ പറഞ്ഞു? നീ ഒന്നും പറഞ്ഞില്ല. നീ ഒന്നും ഇങ്ങോട്ട് മിണ്ടായിരങ്ങിരിക്കാവോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമ്മൾ ഇതുവരെ നേരി കണ്ടിട്ടില്ല. നിന്നോട് ഞാൻ പറഞ്ഞു വീഡിയോ കോളിൽ വരാൻ. അപ്പൊ നിനക്ക് ഭയങ്കര ഇത് അച്ഛൻ അറിഞ്ഞാണല്ലോ, എന്നെ അവിടെ വെട്ടി മൂടും. ഒരു കാര്യം ചെയ്, നീ വീഡിയോ കോളിൽ വാ. ഓക്കെ. അണ്ട് റേഞ്ചും പോയി. എന്തോ ചെയ്യാനാന്ന് പറ. ഒരു തരത്തി ഒപ്പിച്ചോണ്ട് വന്നതാ. വീഡിയോ കോളിൽ വരാൻ പറയുമ്പോ നേരിട്ടേക്ക് വന്നോ? ഇത് അറിഞ്ഞാൽ ഞാൻ വാട്സാപ്പിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാനും. അല്ല, ആരാ? ഞാൻ വൈശാലി. അത് കള, എനിക്കറിയാ നല്ല വയസ്സായെന്ന്. അതല്ല ഞാൻ പറഞ്ഞു. പേര് പറ. എന്റെ പേരാ പറഞ്ഞത്, വൈശാലി. വൈശാലി? വൈശാലി എന്തിനാ വന്നേ? ഞാൻ അംഗരാജ്യത്തുനിന്ന് വരികയാണ്. ഞങ്ങളുടെ നാട്ടിൽ കുറെ ആചാരങ്ങളുണ്ട്. ഉണ്ടോ? ആദ്യമായി കണ്ടുമുട്ടുന്നവരോട് ഞങ്ങളുടെ ആചാരം ഇതാണ്. ആചാരങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ കുറെ കൂടെ വേണമായിരുന്നു. കുഴപ്പമില്ല, അതുകൊണ്ട് പോലെ ഞാൻ ഓണം പോലെ ഇവിടൊക്കെ തന്നെ കാണുമല്ലോ. ഇല്ലല്ലോ. കുമാരൻ ഒറ്റയ്ക്കാണോ ഇവിടെ? ഒറ്റയ്ക്ക് വന്നോണ്ട് അങ്ങോട്ട് നോക്ക്. തീ കണ്ടോ? ഐ കോടമഞ്ഞ്. നമുക്ക് ഇവിടെ പോയി റീൽസ് ചെയ്താലോ? അങ്ങോട്ട് കയറി കിടക്കുക. അത് കോടമഞ്ഞൊന്നും അല്ല. പിന്നെ ഇവിടുത്തെ ഒരു പുകഞ്ഞ ഒരു പുള്ളി ഉണ്ടല്ലോ, ആ പുള്ളി അവിടെ കിടന്ന് ആ പുഴ കിടന്ന് പുകയ്ക്കുക. ആ പുള്ളി ഇവിടെ വന്ന് നോക്കി ഇവിടെ ആരെങ്കിലും വന്നാ ഉണ്ടല്ലോ, നമ്മളെയൊക്കെ പുകച്ച് പുറത്തേ അടിക്കുന്നു. അതുപോലെ സ്ത്രീകളെ കാണുന്ന ഈ പുള്ളിക്ക് അലർജിയാന്ന്. കുമാരനും കൂടി എന്റെ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ പോയി പറക്കാമായിരുന്നു. അതിരാവിലെ റീൽസ് വള്ളികൾ തളർത്തോ എന്ന് നോക്കാമായിരുന്നു. എന്നിട്ട് ആ വള്ളിയെ തട്ടി ഞാൻ വീണ് ചാകാന്. ഒരു തമാശ. ചെറിയ തമാശക്കാരല്ല, ചിലപ്പോ ഒക്കാതെ വരുമെന്ന്. ഞാൻ വന്നതിന് ഒരു ഉദ്ദേശമുണ്ട് കുമാര. എന്റെ നാട് ചൂട് കൊണ്ട് നശിച്ചിരിക്കുകയാണ്. കുമാരൻ എന്റെ കൂടെ വന്ന് എന്റെ നാട്ടിലൊരു മഴ പെയ്യിപ്പിക്കണം. അപ്പൊ അവിടുത്തെ കൃഷിക്കാർക്കെല്ലാം ഭയങ്കര ദുരിതമായിരിക്കും അല്ലേ? അതല്ലെന്നേ, ഈ ചൂടത്തും എത്ര പയ്യന്മാരാണോ ബൈക്കേ വന്ന് എന്നെ വിളിക്കുന്നത്. അതെന്നാ? ചുറ്റിക്കിറങ്ങാൻ. ഈ ചൂട് കൊണ്ട് ബൈക്കിന്റെ സീറ്റെല്ലാം പഴുത്തിരിക്കുവാ. ചൂട് കൊണ്ടങ്ങ് ഊപ്പാട് വരും. അത് മാത്രമാണോ, ഈ ചൂട് കാറ്റും കൂടെ എന്റെ ഈ സ്കിന്നിനൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്നേ. എന്നാന്ന്? പ്രോബ്ലംസേ. പോയിട്ടുണ്ടല്ലേ? പകുതിക്ക് വെച്ച് നിർത്തി. അതല്ല, കൃത്യമായിട്ട് വരത്തില്ല. അതുമല്ല, എന്റെ ഈ മധുര 27 കൂടെ. മധുര 27 എന്റെ പ്രായം. മധുര 27? മധുര 17 അതിപ്പോ 10 വർഷം കൂടി ഞാൻ പറഞ്ഞു മടുത്തു. ഇപ്പൊ ഞാൻ മധുര 27 ആക്കിയതാ. മധുര എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല കുമാര. ചുമ്മാ അല്ല, ചോറ് കൊണ്ട് അങ്ങോട്ട് വന്നല്ലേ? കുമാരൻ എന്റെ നാട്ടിൽ വന്നൊരു മഴ പെയ്ച്ച് മൊത്തത്തിലൊരു കുളിരാക്കി തരണം. കാര്യമൊക്കെ എന്തായാലും എനിക്കും ചെറുതായിട്ട് കുളിര് കോരിയൊക്കെ നിൽക്കുവാ. കൂടെ കള്ള. കുമാരൻ എപ്പോഴാ എന്റെ നാട്ടിൽ വരുന്നത്? ഈ നാട്ടിൽ വരാൻ പറ്റത്തില്ലെന്ന്. അതെന്താ? ഇവിടെ ഒരു CC ക്യാമറ ഉണ്ട്. സാധാരണ CC ക്യാമറ എങ്ങനെ 3 സൈഡിലോട്ടും കറങ്ങും. പക്ഷെ ഇവിടുത്തെ CC ക്യാമറ ഉണ്ട് 4 സൈഡിൽ കിടന്ന് വട്ടം കറങ്ങുവാന്ന്. അതെന്തോന്ന് CC ക്യാമറ? ഞങ്ങളുടെ അച്ഛനെ ഈ പുള്ളിയുടെ കണ്ടു വെട്ടിച്ച് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് വൈശാലി എന്നോട് ക്ഷമിക്കണം, എനിക്ക് വരാൻ പറ്റത്തില്ല വൈശാലി. ഒരു നാട് മുഴുവൻ മുടിഞ്ഞു കിടക്കുമ്പോൾ ഒരുമാതിരി മറ്റേ വർത്താനം പറയരുത് വൈശാലി.
ഡ്രാഗൺ വരുന്നുണ്ട് കേട്ടോ. ഡ്രാഗനോ? പിന്നെ 24 മണിക്കൂർ തീയുടെ മുന്നേ കിടന്ന് കറങ്ങുന്ന ഡ്രാഗൺ എന്നല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, പുള്ളി വന്നാ 10 ചെയ്യുന്നതെന്ന് പറയുക, ശപിക്കും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇവിടുന്ന് ഓടി ഒളിച്ചാണ്ട് ആ മരത്തിന്റെ പുറകെ ഒളിച്ചിരിക്കും. അല്ലെ പുള്ളി ശപിച്ച് നമ്മളെ വട്ടം ഒപ്പിക്കുമെന്ന്. കുമാരനൊന്ന് സെറ്റപ്പായി വന്നു, അന്നേരം കിളവം വരുന്ന ഇതെന്നാ കാട്ടുകിടങ്ങ് നിന്നെ ആയിരുന്നു. എടാ ഇതെന്റെ ആറ്റിറ്റ്യൂഡാ. ആറ്റിറ്റ്യൂഡ് കുത്തിയിരുന്ന് ഹോമം ചെയ്തിട്ട് നടുവിന്റെ കണ്ണി ആകുന്നതാ. എന്നിട്ട് പറയാം അത് ആറ്റിറ്റ്യൂഡാണ്. എന്റെ ഉൾക്കണ്ണിൽ ഇവിടെ ഒരു സ്ത്രീയുടെ സാമീപ്യം നാം ദർശിക്കുന്നു. അയ്യോ അത് അച്ഛൻ അതവിടുന്ന് ആരുമില്ലെന്ന് അച്ഛൻ. സ്ത്രീയുടെ ഗന്ധവും. ഓ സ്ത്രീയുടെ ഗന്ധമല്ല അച്ഛ. അച്ഛനില്ലേ എപ്പോഴും ആ തീക്കകത്ത് ഒരേന്ന് വാരിയിട്ട് ആ തീയുടെ ഗന്ധം അല്ല, സ്ത്രീയുടെ ഗന്ധം ഒന്നുമല്ല. മുനികുമാരി. മുനികുമാരി അല്ല, മുനികുമാര. പറയൂ മാമുനി. എടാ നീ എന്തോ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. അത് പിന്നെ ഞാൻ സത്യമായിട്ട് അച്ഛനോട് പേടിച്ചിട്ട് പറയായിരുന്ന. നീ മറയ്ക്കുന്നുണ്ട്. ആരാടാ ഇത്? ആരാ ഇത്? ആരാ? ദൈവമേ പിടിച്ചോ. എടാ ഞാൻ ഹോമത്തിന് കൊണ്ടുവന്ന് വെച്ച ഉണക്കമുന്തിരി ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് ആരാന്ന്? ഉണക്കമുന്തിരിയായിരുന്നു എന്റെ അച്ഛൻ. ഇത് ഉണക്കമുന്തിരി ഒന്നുമല്ല, ഇത് ആ മാന്റെ കാസ്തവാന്ന്. ഞാൻ ചെടിക്കിടാൻ കൊണ്ട് വെച്ചത് അത്. ആഹാ എടാ എന്റെ കണ്ണിൽ നിന്നും നിനക്കൊന്നും മറയ്ക്കാൻ പറ്റത്തില്ല. ഒന്നും മറയ്ക്കാൻ പറ്റത്തില്ലടാ. ഒന്നും നിനക്ക് എന്റെ കണ്ണിൽ നിന്നും മറയ്ക്കാൻ പറ്റത്തില്ല. എന്റെ കണ്ണുകൾ നിന്നെ എന്നും വേട്ടയാടി. അവിടെ നിൽക്കുന്നത് എന്ത് കസര കളിയാന്നു. ഇക്കാരം പറഞ്ഞാൽ നിന്നെ ഞാൻ ശപിച്ചുണ്ടല്ലോ, സ്ത്രീയാക്കും. ആരാ ഇവൾ? ആരാ നീ? അച്ഛൻ പറഞ്ഞിട്ട് വന്നില്ലയോ? ഞാൻ പറഞ്ഞിട്ട് വന്നതല്ല, ഞാൻ കള്ളത്തരം കാണിക്കാറില്ല. ആരാ നീ? മുനിയണ്ണ. ദൈവമേ ഞാൻ ഈ ശാപമൊക്കെ എവിടെ കൊണ്ട് ഒഴുക്കുവോ? എന്റെ നാട് മുഴുവൻ ചൂട് കൊണ്ട് മുടിഞ്ഞു പോയി. അങ്ങയുടെ പുത്രനായി ഋഷ്യസംഗനെ എന്റെ കൂടെ അച്ഛന്റെ നാട്ടിൽ ഒരു മഴ പെയ്യിപ്പിക്കണം. ഋഷ്യസിംഗനെ അങ്ങോട്ട് അയക്കാൻ എന്താ ഇവന് ഫയർഫോഴ്സിലാണോ ജോലി? കാക്കയ്ക്കും പരുന്തിനും കൊടുക്കാതെ ഞാൻ ഇവനെ ഇവിടെ വളർത്തുന്നത്. അതെന്നാ ഞാൻ കോഴിക്കുഞ്ഞാന്നു. മിണ്ടരുത് നീ. സാധ്യമല്ല, ഇവനെ ഞാൻ വിടത്തില്ല. ഈ വൈശാലി ഈ കാട് കയറി വന്നതാണെങ്കിൽ ഋഷ്യസംഗനെ ഞാൻ കൊണ്ടുപോയിരിക്കും. വേണ്ട, നീ ആ പറ്റിയ സമയത്താ നീ വിളിച്ചത്. ഒന്നാമത് അച്ഛനുണ്ടല്ലോ ജോലിച്ച് ഇവിടെ നിൽക്കുക, എന്നെ എപ്പോ കൊല്ലുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ചത്തില്ല, നിന്നെ ഞാൻ തിരിച്ചങ്ങോട്ട് വിളിക്കാം. വെക്കല്ലേ ഉമ്മ. ഈ കുന്താണ്ട് അവിടുന്ന് കിട്ടിയടാ. ഇത് കുന്ത്രാണ്ടവല്ല, ഇത് മൊബൈൽ ഫോൺ വെച്ചാ. എടാ ഇത് മനുഷ്യനെ പറ്റിക്കുന്ന മയക്കുമരുന്നാ. ഇത് നീ ഉപയോഗിക്കരുത്. എടാ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞാൻ ഇത് അനുവദിക്കത്തില്ല. ഇത് അനുവദിക്കത്തില്ല. അച്ഛാ ഈ അമ്മ പോലും മൊത്തം അടച്ചു തീർന്നിട്ടില്ല, അറിയോ? അച്ഛൻ എന്തൊരു വരെയാണ് കാണിച്ചത്? ഋഷ്യശൃംഗ പിടിച്ചതിലും വലുതാണല്ലോ അളലിരിക്കുന്നത്. ഹലോ. ഓ ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. എന്തോരം ശല്യമാണോ ഇവൻ. ആരാ വൈശാലി? 24 മണിക്കൂർ എന്നെ അങ്ങ് വിളിച്ച് ശല്യം ചെയ്യുക. എന്റെ കുമാര എന്തെങ്കിലും 1-2 പറഞ്ഞ് ഇവനെ ഒന്ന് ഒഴിവാക്കി. വേണ്ട, എനിക്കിഷ്ടമല്ല. അച്ഛൻ ഇടപെടേണ്ട കാര്യമില്ല. ഇത് ഞാനും വൈശാലുള്ള കാര്യം അത്, അറിയോ? അച്ഛൻ എന്താ പറഞ്ഞാലും ഞാൻ വിളിക്കും. വേണ്ട അച്ഛൻ പോച്ചെന്ന് വേണ്ടെന്ന് പറഞ്ഞു. എന്റെ കോള് പോയി കേട്ടോ. അയ്യോ നിങ്ങളുടെ അച്ഛന്റെ കുടുംബീന്നാണ് ആ സൗണ്ട് വരുന്നത്. ഓ ഈ സഖ്യപ്രബന്ധിന്നാണോ എനിക്ക് ഈ വിളിയെല്ലാം വന്നോണ്ടിരുന്നത്? നാണമില്ല അച്ഛാ. ഇങ്ങനെയുള്ള കള്ളമുനുകളെ ഉണ്ടല്ലോ തോടിച്ചാ തീക്കകത്തിടണ്ടേ. മിണ്ടരുത്, നിന്നെ ഞാൻ ശപിക്കും. വൈശാലി സ്കിറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം എനിക്ക് പുറകിൽ ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആശ്രമത്തിന്റെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും കൂടുതൽ അല്ലേ ഭംഗിയുണ്ടായിരുന്നില്ലേ? അതാണ്. ഇനി കൂടുതൽ ടെക്നിക്കാലിറ്റീസിനെ പറ്റിയിട്ട് നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് നേരെ ചോദിക്കാം. പ്രചോദേട്ടാ, ജോൺ ചേട്ടാ, സെലിൻ, പ്രേം, നിങ്ങളുടെ പെർഫോമൻസ് നല്ല രസമുണ്ട്. പിന്നെ മീനാക്ഷി പറഞ്ഞ പോലെ ആദ്യം വിസ്താരക്കാണ് കൈയ്യടി കൊടുക്കേണ്ടത്. കാര്യം കറക്റ്റായിട്ട് നമുക്കൊരു ആ ഒരു ആശ്രമത്തിൻ്റെ ഫീല് നമുക്ക് കൊണ്ടുവന്നുള്ളതാണ്. പിന്നെ ഒരു സബ്ജക്റ്റാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, വൈശാലി അടിപൊളിയാണ് കേട്ടോ. വൈശാലിയുടെ ഒരു പരിപാടികളും പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നിയൊരു സംഭവം പറയാം. നിങ്ങൾ സ്കിറ്റ് കളിച്ചെങ്കിൽ പോലും റിഹേഴ്സലിൻ്റെ ഒരു കുറവ്. അതായത് നമ്മൾ
എപ്പോൾ കളിക്കാൻ കയറിയാലും നമുക്ക് ഈ ചില സാധനങ്ങൾ ഇപ്പോൾ ജോൺസൺ ചാൻ്റെ ഒക്കെ ചെറിയ പ്രശ്നം പറയാം. ഒരു സാധനം മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ജോൺസന് ചെറിയൊരു സ്റ്റക്കുണ്ട്, അതൊന്ന് തപ്പിപ്പിടിക്കാൻ പെടുന്നൊരു പാടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞാൽ അത് ഒഴിവാക്കണമെങ്കിൽ നന്നായിട്ട് നിങ്ങൾ റിഹേഴ്സൽ ചെയ്യണം. റിഹേഴ്സൽ കൊണ്ട് നിങ്ങൾ 3 പേരും നല്ല ആർട്ടിസ്റ്റുകളാണ്, പെർഫോം ചെയ്യാൻ ഒരു സ്കിറ്റ് തന്നാൽ പെർഫോം ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ തോട്ട് നല്ല രസമുണ്ട്. അതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കാത്തൊരു പരിപാടിയാണ്. ഇപ്പോൾ ഋഷി സിംഗിനെ കൊണ്ട് വൈശാലി പോകാനായിട്ട് വരുന്നു. വൈശാലിയുടെ എക്സ്പ്രഷനൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഋഷി സിംഗിനെ വശീകരിക്കാനുള്ളൊരു സാധനങ്ങൾ. പിന്നെ ആദ്യത്തെ കൗണ്ടറുകളൊക്കെ കൊള്ളാമായിരുന്നു. കാര്യം ഇങ്ങനത്തെ തോട്ടുകൾ കിട്ടും, ഇത്രയും മേക്കപ്പ് ഒക്കെ ചെയ്ത് നിങ്ങളവിടെ കളിക്കുമ്പം ഈ കളി കാണാൻ ഒരു രസമുണ്ട്. നിങ്ങൾ കുറച്ചുകൂടെ ഒരു എന്താ പറയുന്നത്, ഇച്ചിരി സ്പീഡ് കളിക്കുമ്പോൾ അതിനൊരു ടൈമിങ്ങും ചിരിയൊക്കെ തന്നെത്താനെ കിട്ടുമായിരുന്നു. അപ്പം ആ ഒരു ഗ്യാപ്പ് ഒഴിവാക്കാൻ അടുത്ത പ്രാവശ്യം നന്നായിട്ട് റിഹേഴ്സൽ ചെയ്ത് ഗംഭീര സ്കിറ്റുമായിട്ട് വരിക കേട്ടോ. 3 പേർക്ക് വളരെ സ്റ്റഡി. താങ്ക് യു ചേട്ടാ. ഈ പറഞ്ഞ പോലെ നല്ലതായിരുന്നു സംഭവം. നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ആഞ്ഞ് പ്രവർത്തിക്കേണ്ടത് ഇരിക്കുന്നു കേട്ടോ. നല്ലവണ്ണം ഒന്നും കൂടെ പ്രയത്നിക്കണം. നല്ലവണ്ണം ഒന്ന് ആഞ്ഞ് പിടിച്ചിരുന്നെങ്കിൽ ഈ സ്കിറ്റ് ഇവിടെ എങ്ങും നിൽക്കില്ലായിരുന്നു. ഇത്ര ഗംഭീരമായിട്ടുള്ള സെറ്റും ബാക്ക്ഗ്രൗണ്ടും വേഷങ്ങളും ഒക്കെ നല്ല ക്യാരക്ടറും 3 പേരും നല്ല പേരും. ചിരിക്കാനും ഉണ്ട് അത്യാവശ്യ കാര്യങ്ങൾ. അതേപോലെ തന്നെ ആ ഫോൺ വരുന്ന കേസ് കിട്ടില്ലേ, നമ്മുടെ അച്ഛൻ്റെ ഇതിലേക്ക് വൈശാലിയെ വിളിക്കുന്നുണ്ടല്ലോ ആദ്യം. അന്നേരം ഒന്ന് ജസ്റ്റ് ഒരു ഹോമം ചെയ്യാനായിട്ട് ഒന്ന് ഔട്ടായാൽ മതിയായിരുന്നു. ഔട്ടായി അച്ഛൻ എൻട്രി ആകുമ്പോൾ ഇയാൾ വിളിച്ചിങ്ങനെ ശല്യമാണ്, തെരുതെര വിളിച്ചുകൊണ്ടിരിക്കുകയെന്ന്. ഇത് നിങ്ങൾ 3 പേരും സ്പോട്ടിലും ഉണ്ട്. പുള്ളിയിട്ട് ഫോൺ എടുത്തിട്ടുമില്ല, വിളിച്ചിട്ടുമില്ല. തിരിച്ച് വിളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലേന്ന് ഈ സാധനം റിങ് ചെയ്യുകയും ചെയ്യും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റോടെ ഒന്ന് ചിട്ടപ്പെടുത്തി എടുക്കുകയാണെങ്കിൽ, ആക്ടിങ്ങിൻ്റെ കാര്യത്തിലായാലും ഡയലോഗ് പ്രസൻറ്റേഷൻ്റെ കാര്യത്തിലും ഒന്ന് ചിട്ടപ്പെടുത്തി എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല റിഹേഴ്സൽ ചെയ്യുക, നല്ലപോലെ ബൈഹാർട്ടാക്കുക സബ്ജക്റ്റ് എന്താണെന്നുള്ളത്. അങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ ഇരട്ടിയുടെ മേളിൽ നിൽക്കും. ഓക്കെ, അടുത്ത പ്രാവശ്യം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. താഴോട്ട് നോട്ടം കുറച്ച് മിഡായി നിൽപ്പുണ്ട്. ഇപ്പം പ്രേമിനോടാണ് പറഞ്ഞത്, താഴോട്ട് നോക്കിയാൽ മൊത്തം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ജസ്റ്റ് ഇവിടം വരെയൊക്കെ നിൽപ്പുണ്ട്. ഇനി ഒന്നുകൂടെ ഉയരാനുണ്ട് താടി. അതൊന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ ഈ 2 ക്യാരക്ടർ നിൽക്കുക, അവരാണ് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ മുഖത്ത് നോക്കി തന്നെ സംസാരിക്കണം. ഓക്കെ, അടുത്ത പ്രാവശ്യം അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ശരി, എന്നാൽ ഓൾ ദ ബെസ്റ്റ്. ചേട്ടാ, ജോൺസൺ ചേട്ടാ, സെലിൻ ചേച്ചി, പ്രേം നന്നായിരുന്നു കേട്ടാ. എനിക്ക് തോന്നുന്നത് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ നല്ല കളർഫുള്ളായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു. കാരണം ബാക്കിലുള്ള നമ്മുടെ കാടിൻ്റെയും പിന്നെ മുന്നിടെ ആ ഒരു കുടുംബവും മാനുകൾ നിൽക്കുന്നതും, പിന്നെ അതുപോലെ ഫ്രണ്ടിലൊരു വലിയൊരു മരം നിൽക്കുന്നതും, അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നിൽക്കുന്ന വൈശാലിയും അതുപോലെ ഇങ്ങനെ നിൽക്കും. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം തമാശകളുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഗ്യാപ്പുകൾ വരുന്ന കാര്യങ്ങൾ ഇപ്പം ഇവർ പറഞ്ഞില്ല, അതൊക്കെ ഒന്ന് നോക്കിയാൽ മതി. പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു നാടൻ ശൈലി നിങ്ങൾക്കുണ്ട്. നമ്മളിപ്പോൾ ഈ പത്തനംതിട്ട എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന അവരുടെ കുറച്ച് ഡയലോഗ്സും ഒരു ഒഴുക്കുണ്ടല്ലോ കളിക്ക്, അത് നിങ്ങളിൽ ഉണ്ടത്. എനിക്ക് തോന്നുന്നത് നിങ്ങളൊന്ന് കറക്റ്റായി വന്നു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു വലിയ സ്കിറ്റുകളൊന്നും ആയിട്ടില്ല അവർ വന്നിട്ട്, അല്ലേ? വലുതായിട്ടില്ല. എനിക്ക് 3, 4, 5 4 ആയിട്ടുള്ളൂ ശരിക്കും പറഞ്ഞില്ല. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. ഇവർ പറഞ്ഞ കുറച്ച് കുറവുകൾ മാറ്റിക്കഴിഞ്ഞാൽ എനിക്കിത് ഗംഭീരമല്ല എന്ന് പറയാൻ പറ്റില്ല. നല്ല സ്കിറ്റ് തന്നെ ആയിരുന്നു എനിക്ക് തോന്നുന്നത്. ക്ലൈമാക്സ് നന്നായിരുന്നു. ഈ പറഞ്ഞ റിങ് ചെയ്തത് അത് ഒരു പോയിന്റ് നസീർക്ക് പറഞ്ഞ കറക്റ്റാണ്. അതുകൊണ്ട് സ്പോട്ടിൽ 3 പേര് നിൽക്കുന്നുണ്ടല്ലോ, തിരിച്ച് വിളിച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷൻ അല്ല, അത് തെറ്റാണത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാറ്റി വെച്ചാൽ എനിക്ക് തോന്നുന്നത് നല്ല സ്കിറ്റായിരുന്നത്. എനിക്ക് മണിച്ചേട്ടനും അതുപോലെ തന്നെ മാമു കോയച്ചേട്ടനും കൂടി ഒരു സിനിമയിൽ ചെയ്തിട്ടില്ലേ, അതേപോലെയൊക്കെ തോന്നുന്നു. കറക്റ്റായിട്ട് ഈ ചെറിയ പോയിന്റുകൾ മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീരമാക്കാന്നുള്ളൂ. ഈ പ്രാവശ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടാ. താങ്ക് യു ജഡ്ജസ്. അപ്പൊ നമുക്കിനി നേരെ ഇന്നത്തെ എമൗണ്ട് എത്രയാണെന്ന് അറിയാനുള്ള സമയമാണ്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് നസീർക്ക. ഞാനൊരു 8000 രൂപ കൊടുക്കുക. 8000. ബിജുക്കുട്ടൻ ചേട്ടാ? ഞാനൊരു 10000 രൂപ കൊടുക്കാം. 10000. അപ്പൊ മൊത്തം 18000 രൂപയായിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് പ്രചോദനോട് ചോദിക്കാം. ചേട്ടാ, ഒട്ടും കുറയ്ക്കത്തില്ല, പിടിച്ചോ. 40000 രൂപയാണ് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ഇതിന്റെ സ്ക്രിപ്റ്റ് ആരാണ്? ജോണേട്ടനാണ്. പൊളി. ജോണേട്ടന്റെ കുഴപ്പമല്ല, ഞങ്ങൾ തന്നെ അല്ലല്ല, സ്കിറ്റ് നന്നായിരുന്നു. അതുകൊണ്ടാണ് നല്ല സ്കിറ്റായിരുന്നു. കാരണം നമുക്ക് ഈ അടുത്തിടെ ഇങ്ങനെ ഇത്രയും വേഷം ചെയ്ത് സാധനം കളർഫുൾ ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ അത് ഈ പറയുന്ന പോലെ ഒന്നുകൂടെ ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ ബാക്കിൽ സിൽവർ പഞ്ച് കിട്ടിയ നല്ല സ്കിറ്റായിരുന്നു. അപ്പോൾ ഇനി അടുത്ത തവണ ഒരു സിൽവർ പഞ്ചിനെ മനസ്സിൽ നിർത്തിയിട്ട് സ്കിറ്റ് അവതരിപ്പിക്കുക. എന്തായാലും കിട്ടും. ഇപ്രാവശ്യം 40000 ചെറിയൊരു തുകയേ അല്ല. അപ്പൊ എന്തായാലും ഒരുപാട് പഞ്ചസ് കിട്ടട്ടെ കേട്ടോ. താങ്ക് യു സോ മച്ച്.
ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ചിരിച്ചില്ലേ എല്ലാരും? കാര്യക്കാരെ നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ? അപ്പൊ ഡബിൾ ചിരിയുമായി ട്രിപ്പിൾ ചിരിയുമായി നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, tata, love you, good night, bye.